ഇന്ന് രാത്രികാലം പ്രാർത്ഥനയുടെ വിവിധ രാജ്യങ്ങളിലായി ദൈവദാസന്മാരായ ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാണ്ടയായല്ലോ. നമ്മൾ ഇന്ന് രാത്രികാലം വയനാടിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസ്നാതരായിരിക്കുന്നു. നമ്മുടെ ദേശത്തോട്, നമ്മുടെ കേരളത്തോട്, നമ്മുടെ വയനാട് ദേശത്തോടൊക്കെ ദൈവം മനസ്സറിയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ വേദനയിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്നല്ലോ. ദൈവീയ സമാധാനത്തിലൊക്കെ ദൈവം നിറയ്ക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നാം ദൈവസ്നാതരായിരിക്കുന്ന നിമിഷങ്ങള് നമ്മുടെ ദേശത്തിനൊക്കെ വലിയ വിടുതലും അനുഗ്രഹവും ആശ്വാസമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ആ ദേശത്തോട് ദൈവം കരുണ കാണിപ്പാനായിട്ട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവര് ദൈവീയ സമാധാനത്തിലൊക്കെ ദൈവം നിറയ്ക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നാം ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ ബഹ്റിൽ നിന്ന് ബോസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്തുതിക്കുന്ന നല്ല രാജാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥനാധ്വനിയായി കർത്താവെ വയനാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവയുടെ ആക്കുന്നവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായി തീരുവാൻ കർത്താവെ അനേക കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കർത്താവെ. ഹല്ലേലൂയ. അനേക ജീവൻ ഹല്ലേലൂയ പൊലിയുവാൻ തക്കവണ്ണം തീർന്നിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇനി അവരെ നീ അറിയുന്ന ദൈവമാകിയ സ്തോത്ര ദേശത്തോട് നീ മനസ്സറിയണമേ. ഇനി അനേകരെ ലഭിക്കുവാൻ തക്കവണ്ണമുണ്ട് കർത്താവ്. അനേകർ മറ്റുള്ളതായ പ്രതിസന്ധിയിലൂടെ, രോഗാവസ്ഥയില്, അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. കാലൊടിഞ്ഞവരുണ്ട്, കൈയൊടിഞ്ഞവരുണ്ട്, മറ്റുള്ളതായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള അനേക ദുഃഖങ്ങളിലൂടെ, മഴക്കെടുതിയിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇത്രത്തോളം സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് ഹല്ലേലൂയ. പ്രാർത്ഥനാധ്വനിയാ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ കർത്താവ് അതിനോടനുബന്ധിച്ച് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് അനേകർ ഒരുമിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സോണുകളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിടുതൽ കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കർത്താവെ അനേകരെ ഹല്ലേലൂയ വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. സമാധാനമില്ലാത്തവരായി, സന്തോഷമില്ലാത്തവരായി, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, ഭാര്യ സഹോദരിമാർ നഷ്ടപ്പെട്ടവരായി, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവരായി കർത്താവെ അനേകർ കർത്താവ് ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് നിന്റെ സാന്നിധ്യവും നിന്റെ വിടുതലും അനുഭവിച്ചറിയുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ പോലെ എത്രയോ പേര് ഹല്ലേലൂയ കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമാറുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചറിയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ പ്രതിസന്ധിയിലായിരിക്കുന്നവരെ കർത്താവെ അവിടെ കടന്നു ചെല്ലേണ്ടതായ ഓരോ കർത്താവെ ഹല്ലേലൂയ ആൾക്കാർ കടന്നു ചെന്ന് കർത്താവെ കാര്യത്തിനൊക്കെ നിർമ്മിതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, ആ ദേശത്തിന്റെ വിടുതലിന് കാരണമായി തീരുവാൻ, ഞങ്ങളെ ദേശത്തിന്റെ കാവൽക്കാരായി ഞങ്ങളെ നിർത്തിയിരിക്കുമ്പോൾ കർത്താവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഹല്ലേലൂയ പ്രാർത്ഥനകളെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അനേകർ പ്രാർത്ഥിക്കുമ്പോൾ, വിവിധ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ലഭിച്ചറിവാനൊക്കെ സഹായിക്കണമേ. അപ്പനും മക്കളോട് കരുണ തോന്നുന്നു, തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ദൈവം ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ജനത്തോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രതിസന്ധിയിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം കരങ്ങളിലേക്ക് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതായ നന്മകൾ, അവർക്ക് വേണ്ടതായ ഹല്ലേലൂയ 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 രക്ഷാ സംബന്ധമായ കാര്യങ്ങളെല്ലാം ദൈവമേ നീ തക്ക സമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഫയർഫോഴ്സ് ഉണ്ട്, കർത്താവേ മിലിറ്ററികളുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ രക്ഷാപ്രവർത്തകരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നീ അവരെല്ലാം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ദാസന്റെ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രക്തക്കോട്ടയും അടച്ചാട്ട് നീ അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, വിടുതലാക്കിയതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു.
ഇന്ന് രാത്രികാലം പ്രാർത്ഥനകളുടെ വിവിധ രാജ്യങ്ങളായി ദൈവദാസന്മാരായ ദൈവമക്കളായി നമ്മൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന മീറ്റിംഗിലേക്ക് കടന്നുവരുവാനായി പലരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും മറ്റും അതിശക്തമായ മഴ കാരണം പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഡൽഹി UP-യിലായിരിക്കുന്നു. ഇന്ന് ഇവിടെ എത്തുവാനിടയായി. ഇന്നലെ ഡൽഹി കടന്നു വന്നു. ഇന്ന് രാവിലെ UP-യിൽ കടന്നു വരുവാനിടയായി. ആമേൻ. സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസ്നാഥരായിരിക്കുന്ന നിമിഷങ്ങള് ദേശത്തിന് രാജ്യത്തിനൊക്കെ വലിയൊരു വിടുതലായി തീരട്ടെ എന്ന് ദൈവസ്നേഹി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലുള്ള നമ്മുടെ ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി അവിടെയുള്ളതാവുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം ഒരുമിച്ച് ദൈവസ്നേഹി മധ്യസ്ഥയാണിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ഈ പ്രാർത്ഥന നമ്മുടെ ദേശത്തിന് ഒരു വലിയ വിടുതലായി തീരട്ടെ എന്ന് ദൈവസ്നേഹി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിജാഗരിപ്പീൻ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ഇന്ന് രാത്രികാലം യേശുവും പ്ലാറ്റ്ഫോമിൽ കീഴിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവീയമായ സാന്നിധ്യം നമ്മുടെ ദേശത്തിന്മേലൊക്കെ ദൈവം അയക്കുവാൻ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളും സുരക്ഷാ സന്നാഹങ്ങളെ എല്ലാം ആമേൻ ദൈവം പരിപാലിപ്പാനായിട്ട് ദൈവസ്നേഹി പ്രാർത്ഥിക്കാൻ. തുടർന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് പ്രാർത്ഥനത്തിന് ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോർജാണ്. പ്രിയ ദേവദാസൻ തക സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ ദേവദാസനാണ് ഇന്ന് തുടർന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്. കറക്റ്റ് 9:15 നമ്മുടെ വയനാട്ടിൽ നിന്ന് കർത്താവിൽ അനുഗ്രഹീതനാകുന്ന ദേവദാസൻ പ്രിയ ജോബ് വയനാട് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വയനാടിന്റെ ഇപ്പോഴത്തെ സ്ഥിതികളെ പറ്റി ദേവദാസന് കറക്റ്റ് 9:15 ആകുമ്പോൾ സംസാരിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ദാസൻ സാജൻ ജോർജിനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ചാപ്റ്ററുകളും ഒരുമിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രി നാം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ മറ്റ് ശുശ്രൂഷകളൊന്നും ഇന്ന് രാത്രി ഇവിടെ ഇല്ല. നമ്മളായിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാധ്വനി എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ നമ്മുടെ പ്രിയ ബെൻസൺ പാസ്റ്റർ നമ്മളെ ആഹ്വാനം ചെയ്തു. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി വീഡിയോ ഓൺ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ല, വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്കുള്ള സമയം പറയുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും പ്രാർത്ഥിപ്പാനുള്ള അവസരമുണ്ട്. നമുക്കറിയാം 1 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം എല്ലാവരും ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷാൽ ദേവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ വളരെ വലിയ വിപത്ത്, നമ്മൾ മീഡിയയിലൂടെ ഒക്കെ വായിച്ചറിയുന്നതിനേക്കാൾ അപ്പുറം വളരെ വലിയ വിപത്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം പ്രിയ ജോബിൻ പാസ്റ്റർ വന്ന് നമ്മോട് സംസാരിക്കും ആ വിഷയത്തെക്കുറിച്ച്. അവിടുത്തെ അത് നേരിൽ കണ്ട വ്യക്തി അത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. നമ്മൾ ഇത്രയും സന്തോഷത്തോടും സമാധാനത്തോടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ സമശിഷ്ടങ്ങൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, അനേകർ പല നഷ്ടങ്ങളിൽ ഉറ്റവരെയും ബന്ധുക്കളെയും കുടുംബത്തിലുള്ളവരെയും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥനാധ്വനിയിലെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാധ്വനി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കടന്നു ചെന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം തുടർന്നുള്ള, ഞാൻ മുഖവരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല, തുടർന്നുള്ള സമയം നാം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ഓർത്ത്, വയനാടിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കപ്പെടേണ്ടതിനായി, ദേശത്തൊരു സമാധാനം ഉളവാകേണ്ടതിനായി, കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെ ദൈവം വിടുവിക്കേണ്ടതിനായി, ഉദ്ധരിക്കേണ്ടതിനായി, നഷ്ടങ്ങളിലായിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി, ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം പ്രിയപ്പെട്ടവർ ദയവായി, ഇനിയും നമ്മളെ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും പറയുന്നില്ല, ഓരോ പ്രിയപ്പെട്ടവർ, നമുക്ക് ഫോക്കസ് അത് മാത്രമേ ഉള്ളൂ. വയനാടിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രെയർ ആണ്. കേരളത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ദൈവം ദേശത്തെ വിടുവിക്കേണ്ടതിന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.
ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ അനുഭവങ്ങളിലായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രിയില് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പിതാവിന്റെ സന്നദ്ധിയോട് ചേർന്ന് വരുമ്പോൾ ഇതുവരെ പകരപ്പെട്ട എല്ലാ ദൈവകൃപയ്ക്കും എല്ലാ ദൈവ കരുണയ്ക്കുമായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം നിന്റെ എല്ലാവിധമായ കൃപകളും നിന്റെ നന്മകളും നീ അവിടുന്ന് പകരേണ്ടതിനായി സ്തോത്രം. ഞങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഒരിക്കലൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ അവിടുന്ന് വീണ്ടും പകരേണ്ടതിനായി ഒരിക്കലൂടെ സ്തോത്രം ചെയ്യട്ടെ. പ്രത്യേകാല ഞങ്ങളുടെ കേരളത്തോടുള്ള ബന്ധത്തില് വയനാട്ടിലെ കർത്താവെ ആയിരിക്കുന്ന വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവിടെ നന്നായി അറിയുന്നു. കർത്താവ്, ഞങ്ങൾ അറിയുന്നതിനപ്പുറത്ത്, ഞങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതിന്റെ എല്ലാവിധമായ കാര്യങ്ങളെയും ഏറ്റവും അടുത്ത ഏറ്റവും നന്നായി അറിയുന്നത് അവിടുന്ന് ആകയാൽ സ്തോത്രം. കർത്താവെ, അവിടുത്തെ അറിവിന്റെ കർത്താവെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ പരിമിതി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ കാണിക്കേണ്ടതിനായി സ്തോത്രം. നിന്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്മാർ ഓർപ്പിച്ചതുപോലെ നിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ഒരു ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവര് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന നിന്റെ വചനം ഞങ്ങൾ ഓർത്ത് അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരുടെ കുറവുകള് നിന്റെ പ്രവൃത്തികൾക്ക് തടസ്സമാകാതെ വണ്ണം കർത്താവേ, നിന്റെ പ്രവൃത്തി നീ അവിടുന്ന് തികയ്ക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവേ, ദുരന്തത്തിനായിരിക്കുന്ന തീരയില് പ്രയാസത്തിലായിരിക്കുന്ന ജീവനോടുകൂടെ ശേഷിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയില് ഈ രാത്രികാലം സമർപ്പിക്കുന്നു. ദൈവം അവരോട് കരുണ കാണിക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അവിടുത്തേതായിരിക്കുന്ന സമാധാനം അവരുള്ളങ്ങളില് പകരേണ്ടതിനായി സ്തോത്രം. മുമ്പോട്ട് ജീവിക്കാനുള്ള പ്രത്യാശയും ബലവും ധൈര്യവും കർത്താവ് അവരുടെ ജീവിതത്തില് പകരേണ്ടതിനായി സ്തോത്രം. അവരുടെ പ്രതീക്ഷകളൊക്കെ സ്ഥാനത്തായിരിക്കുമ്പോ, അവർ കണക്ക് കൂട്ടിയ പല കാര്യങ്ങളും നഷ്ടമായിരിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തുള്ള കൃത്യമായിരിക്കുന്ന ആ നല്ല അനുഭവങ്ങളെ കുറിച്ചുള്ള ബോധ്യത അവരുടെ ജീവിതത്തില് നൽകപ്പെടുവാൻ ഈ ദിനങ്ങളില് കർത്താവേ അവരായിരിക്കുന്ന അനുഭവങ്ങള് കാരണമാകേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് സർക്കാരിനോടുള്ള ബന്ധത്തിലും മറ്റ് സന്നദ്ധ പ്രവർത്തകരോടൊക്കെ ഉള്ള ബന്ധത്തില് തങ്ങളാൽ ആവത് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അവരോടൊക്കെ കൂടിയിരിക്കണമേ. അവരുടെ കരങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം. കർത്താവേ, ഇനിയും ജീവനോടെ ആരെങ്കിലും ശേഷിക്കുന്നുവെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം അവരുടെ കരങ്ങൾക്ക് നീ ബലം പകരേണ്ടതിനായി സ്തോത്രം. വിവിധ അനുഭവങ്ങളില് ഇതിനോടുള്ള ബന്ധത്തില് സഹായ ഹസ്തങ്ങളെ നീട്ടുന്ന എല്ലാവർക്കുമായും ഞങ്ങൾ സ്തോത്രം ചെയ്യും. എല്ലാവരെയും ബലമുള്ള ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. കർത്താവ് കൃപയോടെ, കർത്താവ് കരുണയോടെ, കർത്താവ് അവിടുത്തെ വിശ്വസ്തയോടെ കാര്യങ്ങൾക്ക് നീക്കം വരുത്തേണ്ടതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കാലാവസ്ഥയെ കർത്താവ് അവിടുന്ന് നിയന്ത്രിക്കണമേ. കർത്താവ് അവിടുത്തെ കാര്യങ്ങളെ അനുകൂലമാക്കേണ്ടതിനായി സ്തോത്രം. കർത്താവ് നിന്റെ സന്നദ്ധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവ് പ്രകൃതിയുടെ മേലെ അധികാരമുള്ളത് അവിടുന്നാണ്. അവിടുന്ന് കാറ്റിനെ അടക്കിയ ദൈവമാണ്. അവിടുന്ന് കടലിനെ ശാന്തമാക്കിയ ദൈവമാണ്. കർത്താവേ, അവിടുത്തെ വലിയ കൃപ പ്രകാരം അവിടുന്ന് പകർന്ന കാലാവസ്ഥയെ കർത്താവെ നിയന്ത്രിച്ച് മഴയുടേതായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കർത്താവെ നീക്കം വരുത്തി ആ ദേശത്തോട് അവിടുന്ന് കരുണ കാണിക്കേണ്ടത് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളെ അവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ അവർക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും അവിടുന്ന് പകർന്ന വേണ്ട തലങ്ങളില് ഏറ്റവും യോഗ്യമായ തലങ്ങളില് കാര്യങ്ങളെ ക്രമീകരിപ്പാൻ, അതിന്റെ തലങ്ങളിൽ കർത്താവെ ആ കാര്യങ്ങളെ കർത്താവെ നന്നാക്കിയെടുപ്പാൻ നീ അവരുടെ മേല് കൃപ പകരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഒരിക്കലൂടെ ഞങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് രാത്രികാലം സമർപ്പിക്കുന്നു. തുറന്നും കർത്താവെ ദാസന്മാരെ നിന്റെ ദാസിമാരെ ഒക്കെ പ്രാർത്ഥനയ്ക്കായി ബലപ്പെടുത്തേണ്ടതിനായി മഹത്വം ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തിന് ഒരിക്കലൂടെ ഈ രാത്രി അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി യേശു കർത്താവിനേറ്റവും വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ വയനാടിന്റെ മണ്ണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകൃതി ദുരന്തം മൂലം ഹല്ലേലൂയ സകലരെയും നഷ്ടപ്പെട്ടു പോയ കർത്താവെ, ഹാലയിൽ കർത്താവിന്റെ കരം ആ ദേശത്തോട് ഇടപെടേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇറങ്ങുന്ന കർത്താവെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹാലേലിയ നിസ്സഹായരായി നിൽക്കുന്ന ജനത്തിന്റെ ഹാലിൽ കണ്ണുനീരിനെ ഒപ്പുവാൻ മനുഷ്യനാൽ കഴിയുകയില്ലല്ലോ കർത്താവെ. അവിടുത്തെ ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ. സമാധാനത്തിന്റെ ദൈവമോ ഹാലേലിയ വേഗത്തിൽ അവരെ സമാധാനപ്പെടുത്തേണ്ടതിനായി ഇറങ്ങി വന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം സകല വിഷയത്തിലും ഇറങ്ങി വന്ന് സഹായിക്കുന്ന കൃപയോർത്ത് നന്ദി പറയുന്നു കർത്താവ്. പ്രതികൂല സാഹചര്യങ്ങളിലും ഹാലേലുയ സകല പ്രിയപ്പെട്ടവരും അവിടെ രക്ഷയുടെ ദൗത്യത്തിനായി ഏറ്റെടുത്ത് ഹാലേലുയ കർത്താവ് മുന്നേറുമ്പോൾ ഹാലേലുയ കാലാവസ്ഥകളെ അനുകൂലമാക്കി കൊടുത്ത് സർവശക്തനായവൻ വൻകാര്യങ്ങൾ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലുയ കർത്താവെ, ശരീരങ്ങളൊക്കെ ഹാലേലുയ കർത്താവെ അംഗഹീനമായൊക്കെ എടുത്തത് ഹാലേലുയ കർത്താവെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇതാരാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അലമുറയിടുന്ന പ്രിയപ്പെട്ടവർ, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ ഹാലേലുയ, അവിടുന്ന് അവരോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. എത്രയും വേഗം സകലതും ക്രമപ്പെടുത്തി എടുക്കുവാൻ കർത്താവെ ഗവൺമെന്റിനെ അവിടുന്ന് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ സംവിധാനങ്ങളെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്യാഹിത വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഡോക്ടേഴ്സിനെ, മെഡിക്കൽ സംഘത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൈന്യങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാഹനങ്ങളായി സാധന സാമഗ്രികളായൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർ കർത്താവ് കൃത്യമായ കരങ്ങളിൽ അത് എത്തിക്കുവാൻ എല്ലാ കാര്യത്തിലും ക്രമീകരണം വരുത്തുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ഏൽപ്പിക്കുന്ന കർത്താവെ. ആരും കർത്താവെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ അനുവദിക്കാതെ വണ്ണം എല്ലാം ക്രമീകൃതമായി അത് കരങ്ങളിൽ ലഭിക്കുവാൻ സ്വർഗം അതിന്റെ മേൽ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഒരുമനപ്പെടുന്ന കർത്താവെ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുമ്പോൾ അത്ഭുതത്തിന്റെ ദൈവമായി അതിശയത്തിന്റെ ദൈവമായി അവിടുത്തെ വൻകരം ചലിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കംഫർട്ട് സോണിൽ ഇരുത്തിയിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ കണ്ണുനീരോട് ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവിടുന്ന് മറുപടിയുമായി ഇറങ്ങി വരണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഷ്ടപ്പെടുന്ന പ്രദേശത്തെ എല്ലാ ജനവിഭാഗത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ മുദ്രയിടുന്നു. സർവ്വകാലവുമായ ദൈവത്തിന്റെ കരം ചലിക്കും. സകല മാനവ മൗത്തോടുന്നെടുക്കും. വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോബ് വയനാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദേവദാസൻ അവിടുത്തെ ആ സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളോടൊന്ന് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് KJ ജോബ് എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ സുവിശേഷ വേല ചെയ്യുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ വയനാട്ടിൽ നടന്ന ദുരന്തം വലിയൊരു ദുരന്തമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 297 പേര് ഇപ്പോൾ കറണ്ട് ന്യൂസ് ഇതാണ്. 297 പേര് മരിച്ചു. ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ വർക്കിന് പോകുന്ന സ്ഥലമായിരുന്നു. ഒരു വിവരണാതീതമായ ഒരു വലിയ ദുരന്തം നിങ്ങൾ TV-യിലൊക്കെ കണ്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞങ്ങള് ഈ ദുരന്തം നടന്ന അന്ന് രാവിലെ പ്രഭാതത്തിൽ 1 മണിക്കും 3 മണിക്കും ആ സമയങ്ങളിലൊക്കെയാണ്, വ്യത്യസ്ത സമയങ്ങളിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ആവർത്തിക്കപ്പെടുന്നത്. ഞങ്ങള് ഒരു 9 മണിയായപ്പോൾ ഞങ്ങള് ദുരന്ത സ്ഥലത്തിനടുത്ത് മ്യൂട്ടായിരുന്നു. ഈ രാവിലെ 9 മണിയായപ്പോൾ ഞാനും സുൽത്താൻ ബത്തേരിയിലുള്ള പാസ്റ്റർ MJ ഷനോജും പാസ്റ്റർ ബിജു പോൾ എന്ന കർത്തദാസന്മാരും എന്റെ സഹധർമ്മിണിയും ഞങ്ങൾ ഒരുമിച്ച് ആ സ്ഥലത്ത് പോയി. 27 ഡെഡ് ബോഡികൾ ഞങ്ങൾ കണ്ടു. മനസ്സ് മരവിച്ചു പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റോഡിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു വാഹനത്തിൽ ചാരി നിന്ന് കരയുന്നു. 2 ചെറുപ്പക്കാർ ആ കുട്ടിയുടെ ഒപ്പമുണ്ട്. അവരുടെ ബന്ധുക്കളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. സംഭവം എന്താന്ന് ചോദിച്ചാൽ, ആ പെൺകുട്ടി ജോലി സ്ഥലത്തായതുകൊണ്ട് അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവളുടെ മാതാപിതാക്കളെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഒരനുജത്തി ഉണ്ടായിരുന്നു. അനുജത്തി മരിച്ചു എന്നൊരു സൂചന ആ പെൺകുട്ടിക്ക് കിട്ടിയത് കൊണ്ടാണ് അവൾ കരഞ്ഞത്. ഞങ്ങൾ ആ നടുറോഡിൽ വെച്ച് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പെൺകുഞ്ഞ് ഒരു ഹൈന്ദവ പെൺകുട്ടിയാണ്. എൻ്റെ വൈഫിന്റെ
തോളിലേക്ക് ചാഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോഡികൾ മാന്തിയെടുക്കുകയാണ്. അതിൽ കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, അങ്ങനെ എല്ലാം വേർപെട്ട അവസ്ഥയിലുണ്ട്. അതുപോലെ ഈ വയനാടിന്റെ ഈ പറഞ്ഞ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് പുത്തുമല എന്ന സ്ഥലമാണ്. അവിടുന്ന് കുറച്ചു ദൂരോട് മുൻപോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലം ഉള്ളത്. അതിന്റെ ഒരു സൈഡ് നിലമ്പൂരാണ്. അതുകൊണ്ടാണ് ഈ ഡെഡ് ബോഡികൾ ഒഴുകി ചാലിയാർ പുഴയിൽ എത്തുന്നതിന്റെ കാരണം അതാണ്. നിലമ്പൂരിൽ നിന്ന് കുറെ ബോഡികൾ കൊണ്ടുവന്നു. നമുക്ക് വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് PYPയുടെ ആളുകള്, സ്റ്റേറ്റ് PYPയുടെ ആളുകൾ എന്നെ വിളിച്ചു. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഒരു സഹായവും ഇവിടെ എത്തിക്കേണ്ട ആവശ്യമില്ല. വോളണ്ടിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, മരുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട്, മരുന്ന് ഇഷ്ടം പോലെ ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഉപകരണങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്വാഗതമെന്നാണ് അവർ പറഞ്ഞത്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മാന്തി എടുക്കാൻ ആവശ്യമായ JCB, ഫുൾഡോസർ, അതുപോലെ ക്രെയിനുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം. മറ്റ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെറിയ നിലകളിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ ക്യാമ്പുകളൊക്കെ പിരിച്ചുവിടുന്ന സമയത്ത് ഇവരെ ബന്ധുവീടുകളിലേക്കും സർക്കാർ വാടകയ്ക്കെടുത്ത വീടുകളിലേക്കും ഒക്കെ വിടും. ആ സമയത്ത് നമുക്ക് സഭകൾക്കോ വ്യക്തികൾക്കോ ഒക്കെ വല്ലതും ചെയ്യുവാണേലും ഈ ദുരിതബാധിതരായ അതിന്റെ ദൂഷ്യങ്ങൾ അനുഭവിച്ച ആ കുടുംബാംഗങ്ങൾക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇവിടെ ഞങ്ങൾ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ഇവര് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഈ വൈതരണികളൊക്കെ മാറിക്കഴിയുമ്പോൾ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ഈ വ്യക്തികളെ കാണാനും പ്രാർത്ഥിക്കാനും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആരും ഇതിനുവേണ്ടി ഒരു വലിയ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് പ്രവേശനം പോലും വളരെ സ്ട്രിക്റ്റ് ആണ്. ആവശ്യമില്ലാത്ത ജനക്കൂട്ടം, ട്രാഫിക് ജാം ഇവയെല്ലാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയും ഇവിടെ വന്നിരുന്നു. അവര് പല കളക്ടറേറ്റ് വെച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് പുത്തുമല സന്ദർശിച്ചു. വളരെ അവർക്ക് ഗവൺമെന്റ് തലത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ എങ്കിലും പകരം വെക്കാൻ ഒന്നുമില്ല. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഓർത്തു നോക്കിയ, നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ നമുക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. രാത്രി 1:30 ആയപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാതെ മരണത്തിലേക്ക് നയിക്കപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും ദുർഭഗമായ ഒരു അവസ്ഥ സംജാതമാവുകയാണ്. അപ്പോൾ നമ്മളെയൊക്കെ ദൈവം സൂക്ഷിക്കുന്നതിന് നന്ദി പറയുകയും ഈ ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. ഒരു കുടുംബത്തിലെ CSI കുടുംബത്തിലെ 7 പേര് മരണപ്പെട്ടു. CSI. അപ്പോൾ ചില ആളുകള് അവർ പെന്തക്കോസ്ത് സഭാംഗങ്ങളാണെന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ വന്നു. പെന്തക്കോസ്തുകാരായ ആളുകൾ ആരും അവിടെ ഇല്ല. കാരണം ആ ദുരന്തം നടന്നതിന്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ ഒരു സഭയുള്ളത്, ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ ഒരു സഭയുള്ളത്. പാസ്റ്റർ MO സക്കായി എന്നാണ് അദ്ദേഹത്തിന്റെ പാസ്റ്ററുടെ പേര്. കുറച്ചു മുമ്പ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അവരൊക്കെ സുരക്ഷിതരാണ്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ആ പ്രദേശത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, ഗവൺമെന്റ് സമ്മതിക്കുകയല്ല. ആദ്യത്തെ ദിവസം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി, പക്ഷെ ഇപ്പോൾ ഒട്ടും ആ ഏരിയയിലോട്ട് പോലും നമുക്ക് പോകാൻ കഴിയില്ല. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. അനാവശ്യ ജനക്കൂട്ടം വന്നാൽ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. പാസ്റ്റർ സക്കായിയും അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളും സുരക്ഷിതരാണ്. അതുകൊണ്ട് ഒരൊറ്റ പെന്തക്കോസ്ത് വിശ്വാസികളോ ഒരു സഭയോ ഒന്നും അപകടത്തിൽപ്പെട്ടിട്ടില്ല. മറ്റ് പൊതുജനങ്ങള് ഏറ്റവും കൂടുതൽ അവിടെ തിങ്ങിപ്പാർക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്, ഹൈന്ദവ സുഹൃത്തുക്കളാണ്, കുറച്ച് ക്രിസ്ത്യൻസും ഉണ്ട്, മറ്റ് സഭാ വിഭാഗങ്ങളിലുള്ള കുറച്ച് ക്രിസ്ത്യൻസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി വിവര കണക്ക്. അതുകൊണ്ട് നമുക്ക് ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പിന്നീട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യുന്നതിന് വിരോധമില്ല. എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നമുക്ക് തരുന്നതിന് തെറ്റില്ല. പക്ഷെ ആ ആളുകൾ ഒന്ന് നേരിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളിവിടെ സെക്ഷനായിട്ട് ഇവിടെ ഞങ്ങൾക്കൂടെ ഒരു സെന്റർ ഒക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ച് ആര് സന്നദ്ധ പ്രവർത്തനം ചെയ്യാനോ അല്ലെ സാമൂഹിക സേവനം ചെയ്യാനോ വരുവാണെങ്കിൽ അവര് വരിക, നേരിട്ട് കൊടുക്കുക, എന്തെങ്കിലും ഗൈഡൻസ് വേണേ കൊടുക്കുക. ഇത്രയും ആണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.
അവിടെ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നന്ദി. ഈ വയനാട്ടിൽ 8.25 ലക്ഷം ആളുകളുണ്ട്. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോ എന്റെ കൂടെ ഒരു പാസ്റ്റർ ഫാമിലി ഉണ്ട്. അദ്ദേഹം പാർക്കുന്ന ആ കുന്നിടിയുമെന്നൊരു ഗവൺമെന്റ് അറിയിപ്പ് വന്നതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നു, ഇന്നലെ രാത്രി ഇവിടെ വന്നു, ഇന്ന് എന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭീഷണി ഇവിടെ പല സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് അതിനൊന്നും അടിസ്ഥാനമില്ലാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിലവിൽ ഈ ബുദ്ധിമുട്ടുകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബെൻസൺ ദാനിയേലിനും ഈ പ്രയർ ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും ദൈവനാമത്തിൽ വന്ദനം നേരുന്നു. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ദേവാസനെ കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറത്താണ് അവിടുത്തെ സിറ്റുവേഷൻ. നമ്മൾ അവിടെ നിന്ന് നേരിട്ട് കണ്ട ഒരു ദേവദാസനാണ് നമ്മളോട് ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തോട് ദൈവം കരുണ കാണിക്കട്ടെ. ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 വീഡിയോ കണ്ടിരുന്നു. ഒരു പ്രാവശ്യമേ ഞാൻ ആ വീഡിയോയിലേക്ക് നോക്കിയുള്ളൂ. കാരണം മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ പല പീസുകളായി പെറുക്കിയെടുക്കുന്ന അത്രയ്ക്ക് വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കഷ്ടങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. പ്രിയപ്പെട്ടവർ ദയവായി അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധന നിധിന് നീതിമാനുമായിരിക്കും ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ നല്ല രാത്രി സമയത്തിനാണ് നന്ദി ഉടങ്ങിയ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥന മീറ്റിംഗായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കർത്താവെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദാസനിൽ കൂടെ കേൾപ്പിച്ച കർത്താവെ ഹല്ലേലൂയ ഭീകരമായ അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായില്ല. കർത്താവെ സ്തോത്രം. ദേശത്തോട് മനസ്സലിയണമേ കർത്താവെ, ദേശത്തെ അനർത്ഥം വിടുവിക്കണമേ, ദുരന്തങ്ങൾ വിടുവിക്കണമേ. ഇനിയും വരുമെന്ന് കൽപ്പിച്ചിട്ടുള്ള ആ ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കരുണ തോന്നും മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. കർത്താവെ, ഈ ദുരന്തം മൂലം കർത്താവെ സാംക്രമിക രോഗങ്ങൾ പറന്നു പിടിക്കുവാൻ കാരണമുണ്ടല്ലോ കർത്താവെ. അതൊന്നും പറന്നു പിടിക്കാതെ അവിടെയുള്ള ജനത്തെ പരിപാലിക്കണമേ. ജീവനെ കർത്താവെ സൂക്ഷിക്കണമേ. എവിടെയെങ്കിലും ജീവനുണ്ടെങ്കിൽ കർത്താവെ അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പും ജാതി മത വ്യത്യാസം കൂടാതെ കർത്താവെ എല്ലാവരെയും രക്ഷിക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി കൊടുക്കണമേ. കർത്താവെ, നഷ്ടപ്പെട്ടവർക്ക് കർത്താവെ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കർത്താവെ, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല വിധത്തിൽ കർത്താവെ അവർ പലതിലും കർത്താവെ ഞെരുങ്ങുന്നവരുണ്ടല്ലോ. കർത്താവെ, അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും കഴിയുന്നില്ല കർത്താവെ. അങ്ങയുടെ കരം നീട്ടണമേ. അങ്ങ് കരുണ തോന്നിയാൽ കർത്താവെ അവരെ രക്ഷിക്കുമല്ലോ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവെ ഹല്ലേലൂയ പ്രസ്ഥാനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്നും സഹായമായ പ്രാർത്ഥനയായി ഞങ്ങൾ നിൽക്കുവാൻ സഹായിക്കണമേ. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നേഴ്സസിനായി സ്തോത്രം, ഡോക്ടേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിന്റെ കർത്താവെ ഹെവി വെഹിക്കിൾസ് കർത്താവെ ചലിപ്പിക്കുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഹല്ലേലൂയ. ഈ സോൾജിയേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവെ സന്നദ്ധ സംഘടന കർത്താവെ കയ്യും മെയ്യും മറന്ന് കർത്താവെ അധ്വാനിക്കുന്നവരുണ്ടല്ലോ. ആ ചെളിവെള്ളത്തിലും കർത്താവെ ആ ദുഷ്കരമായ ജീവിത സാഹചര്യത്തിലും ആയിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഭീതിയിൽ നിന്ന് ദേശത്തെ വിടുവിക്കണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. സ്നേഹൃതാവേ സ്തോത്രം, സ്തുതിക്കുന്ന കർത്താവേ. അടിയങ്ങളെ സന്ധ്യാസമയത്ത് കർത്താവേ ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥന ദിവസനതയോടെ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ സമശിഷ്ടങ്ങളായ കർത്താവേ അനേക ജനം കർത്താവേ ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്ന കർത്താവേ ഹല്ലേലൂയ കർത്താവ് ആ ദേശത്തോട് മനസ്സലിയണമേ നടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ദുഃഖത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഹല്ലേലൂയ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര് കർത്താവേ, പ്രിയപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെട്ടവര് കർത്താവേ, ഒറ്റയ്ക്കൊക്കെ ജീവനോടെ ഇരിക്കുന്നവരുണ്ട് കർത്താവേ. അവരൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ
എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവദേശത്തോട് മനസ്സിലെയണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ജീവനോട് ഇരിക്കുന്ന അവിടെയുള്ള ജനത്തെ കർത്താവ് പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ശേഷാല കർത്താവേ, അവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവര് കർത്താവേ വാസ്തവമായിട്ട് ആ ദേശത്ത് കർത്താവേ ഹല്ലേലൂയ അവരുടെ ശരീരത്തിന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെല്ലാം മറന്ന് കർത്താവേ ഹല്ലേലൂയ ആ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ അവിടുത്തെയുള്ള ആ വിഷയത്തിന്റെ കർത്താവേ ഒരു പരിഹാരത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദൈവം അവരോട് മനസ്സലിയണമേ കർത്താവേ. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത് ദൈവം പരിപാലിക്കണമേ. ഹല്ലേലൂയ പകർച്ചവ്യാധികളിൽ ദൈവരെ വിടുവിച്ചുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അങ്ങയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ബലപ്പെടുത്തുന്ന ദൈവം അങ്ങാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ പ്രവൃത്തികളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തെടുപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ക്യാമ്പിലൊക്കെ താമസിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിച്ചോളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം ആ ജനത്തിന്റെ ഹൃദയങ്ങളിൽ പകർന്ന കർത്താവേ. ദൈവം സഹായിക്കണം കർത്താവ്. ദേശത്ത് ഇനി എങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. സകല സൃഷ്ടി അങ്ങയുടെ ജനമാ കർത്താവേ. സ്തോത്രം. മനസ്സലിയണമേ നടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. എന്റെ പിന്നിൽ കർത്താവേ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ സകല പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സുമാര് കർത്താവേ. ഹല്ലേലൂയ. രാജ്യത്തിന്റെ ഹല്ലേലൂയ അധികാരികൾ കർത്താവേ അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ നീതിയോടെ ന്യായത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ കൊണ്ട് ദൈവം സഹായിക്കണമേ കർത്താവേ. അത് ഹല്ലേലൂയ ജീവനോട് ജനത്തിന് ഒരു ആശ്വാസമായി തീരുവാൻ ഇടയാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തിന്റെ ഹൃദയത്തിന് ആഴമായ മുറിവുകളെ ദൈവം പൂർണ്ണമായിട്ട് മാറ്റി കർത്താവേ. ദൈവത്തിന്റെ ഒരു ആശ്വാസം അവിടെ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് കർത്താവേ. സ്തോത്രം 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 കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് കർത്താവേ. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സന്നിധിയോടാണ് ജനത്തിനടുത്ത് വരുവാനുള്ളത് കർത്താവേ. സകല വിഷയങ്ങൾക്കും പരിഹാരങ്ങൾ സ്വർഗമാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വെച്ച് കർത്താവേ. സ്വർഗീയമായ ഒരു വിടുതൽ ആ ദേശത്ത് ദൈവം നൽകി കർത്താവേ. ഹല്ലേലൂയ. ദൈവത്താലുള്ള ഒരു മഹത്വം ആ ദേശത്ത് വെളിപ്പെടുത്തണമേ. അവിടെയുള്ള ദൈവമക്കളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. എല്ലാവരെയും കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിൽ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നെയും എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ പിന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കേരളത്തോട് ദൈവം മനസ്സലിഞ്ഞ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ മുന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തരുമെന്ന് ഞങ്ങളുടെ വാഗ്ദത്തം ഉണ്ടല്ലോ കർത്താവേ. വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം. Praise the Lord. Hallelujah. ആമേ. സ്തോത്രം. വാഗ്ദത്ത വിശ്വസനായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയം ഒരു പ്രാവശ്യം കൂടെ കർത്താവേ അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനിക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തദാസൻ ദാനിയേൽ അവറുകൾക്കായി സ്തോത്രം. കർത്താവെ, ലീഡി എന്ന സാജൻ ബ്രദറിനായി സ്തോത്രം. കർത്താവെ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവിടുന്ന് കർത്താവെ മതിൽ കെട്ടി പ്രാർത്ഥിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആറും ജീവിതത്തിലെ കുറവുകളെ അവിടുന്ന് ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷിച്ച് കർത്താവെ വയനാട്ടിൽ നിന്ന് കർത്താവിന്റെ അഭിഷിക്തദാസൻ KJ ജോബ് അവറുകൾ കർത്താവെ സ്തോത്രം വിവരിച്ച വിവരങ്ങളൊക്കെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. ആ ദാസനെയും ആ കുടുംബത്തെയും ആ ദൈവസഭയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും ദിനങ്ങളിൽ കർത്താവെ സ്തോത്രം ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ആ ഭവനത്തെയും ഹല്ലേലൂയ ശുശ്രൂഷയും അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ദൈവമേ സ്തോത്രം. വയനാട്ടിലുള്ള എല്ലാ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്ന ഹല്ലേലൂയ ശേഷിപ്പിച്ചിരിക്കുന്ന ജനത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. അവർക്കൊക്കെ സമാധാനം കൊടുക്കണമേ. സർവാശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവ് അവിടുന്ന് സമാധാനം നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അതോടൊപ്പം തന്നെ കർത്താവേ, പലരും ക്ഷീണിതരാണ് കർത്താവേ. അവർക്കെല്ലാം സൗഖ്യദായകനായ ദൈവം കൂടെ ഇന്ന് സഹായിക്കണം ദൈവമേ. ഹല്ലേലൂയ. ഇനിയും ഭൂമിയുടെ മണ്ണിൽ കർത്താവേ അപ്പാ ദൈവമേ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവെ, ശേഷിച്ചിരിക്കുന്ന ജനത്തെ അപ്പാ ജീവനോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അത് പുറത്തു വരുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വേഗത്തിൽ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണമേ. അപ്പാ മഴക്കെടുതി മൂലം കർത്താവെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനർത്ഥങ്ങളെ കുറിച്ച് അനുദപിക്കുന്നതിന്റെ യേശപ്പച്ചന്റെ കാര്യം കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് ഹല്ലേലൂയ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം പ്രാപിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. അവർക്ക് വേണ്ടുന്ന എല്ലാ
സഹായങ്ങളെ അപ്പൊ അതേമേ അവിടുന്ന് ചെയ്തു കൊടുപ്പാൻ കർത്താവെ പിന്നെയും ജനത്തെ അവിടുന്ന് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല എക്വിപ്മെന്റും അവിടെ ആവശ്യമുണ്ടല്ലോ കർത്താവെ, അതൊക്കെയും കർത്താവെ ഹല്ലേലൂയ അതേമേ അവിടുന്ന് നൽകി കൊടുത്തു കർത്താവെ. ദൈവമേ സ്തോത്രം, അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതേമേ എല്ലാ ഹോസ്പിറ്റൽ ടീം അംഗങ്ങൾക്കായി സ്തോത്രം, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് കർത്താവെ ശക്തീകരിക്കണമേ. ആരും ക്ഷീണിതരായി പോവാൻ അനുവദിക്കല്ലേ, അവർക്ക് ഒരു അപകടം ഉണ്ടാവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അതേമേ ആരും നിരാശപ്പെട്ടു പോവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവ് ഹല്ലേലൂയ നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് ഒക്കെ അവിടെ ശേഷിച്ചിരിക്കുന്ന കർത്താവെ. അവയങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കർത്താവെ അപ്പ ജീവനോട് ഇരിക്കുന്നവരെ കർത്താവെ അതേമേ ഉണ്ടല്ലോ ഹല്ലേലൂയ, അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അത്ഭുതത്തിന്റെ കരം അവർക്ക് വേണ്ടി എല്ലാം നീട്ടണമേ. ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അസാധാരണമായ വീര്യപ്രവൃത്തി അവിടെ കാണേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം, വിശേഷിച്ച് ഗവൺമെന്റ് തലത്തിൽ കർത്താവെ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും അവർ മനസ്സോടെ ചെയ്യുവാൻ കർത്താവെ, വാക്കാലുള്ളതല്ലപ്പാ അതേമേ വരും ദിനങ്ങളിൽ കർത്താവെ അതെല്ലാം ചെയ്തു തീർപ്പാൻ ഹല്ലേലൂയ അവരെല്ലാം അവിടുന്ന് സഹായിക്കണം. ആവശ്യമായ ഗൈഡൻസ് ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകരണമേ. നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുന്നുള്ള വചനം പോലെ കർത്താവെ ആ നന്മ ചെയ്യുവാൻ അവരെല്ലാം അവിടുന്ന് കർത്താവെ കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അതേമേ സ്തോത്രം, വയനാട്ടിലെ അപ്പൊ അതേമേ ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരനർത്ഥവും ഉണ്ടാവല്ലേ അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന മൂലം കർത്താവെ അവിടെ അനർത്ഥം ഒന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ പ്രാർത്ഥനാകരങ്ങളിൽ അവിടുന്ന് വഹിക്കുന്നു കർത്താവെ. അപ്പൊ അതേമേ എല്ലാ ഗ്രാമങ്ങളെയും വയനാട്ടിലുള്ള എല്ലാ ഗ്രാമത്തെയും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പൊ അതേമേ അവിടുന്ന് ഹല്ലേലൂയ അതേമേ എല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കണം, ഉള്ളംകരത്തിൽ വഹിക്കണമേ. ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന് അരുളി ചെയ്ത എന്റെ യേശുപ്പച്ചന്റെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുന്ന് ഉള്ളംകരത്തിൽ വഹിക്കണമേ. അപ്പൊ അതേമേ ശാശ്വത കരങ്ങളിൽ തരുന്ന ഹല്ലേലൂയ സ്തോത്രം കർത്താവെ, വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് സൂക്ഷിപ്പാൻ ശക്തനാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത എന്റെ യേശുപ്പച്ചന്റെ ഹല്ലേലൂയ വചനപ്രകാരം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണം. അതിലുപരി കർത്താവെ ഭയത്തിലായിരിക്കുന്ന ജനമാരും കർത്താവെ നിരാശപ്പെട്ടു പോവാനോ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവാനോ കർത്താവെ സ്തോത്രം അവര് കർത്താവെ ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെ അവർക്കുണ്ട് കർത്താവെ. ആരെ ക്ഷീണിതരായി തീരുവാൻ അവിടുന്ന് ശേഷിച്ചിരിക്കുന്ന ജനത്തെ അനുവദിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ കരങ്ങളിൽ എല്ലാ വിഷയവും ഏൽപ്പിക്കുന്നു, എല്ലാ സപ്പോർട്ടും അവര് കൊടുക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം, അവിടുന്ന് ഹല്ലേലൂയ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വന്ന കുറുകളെ ക്ഷമിക്കണം. സകലവും തന്നെ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല രാത്രി നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാദിനിയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവ്. വിവിധ സ്റ്റേറ്റുകളും വിവിധ ദേശത്തു നിന്ന് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക കർത്താവെ. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവെ തന്റെ ജനം തന്നെ താഴ്ത്തി യേശുവിലേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിന്റെ പ്രകാരം ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആരുടെയും പാവങ്ങളോ കുറവശം കൊടുത്ത് ഞങ്ങളുടെ ദേശത്തോട് നീ കണക്കില്ല കർത്താവെ. വയനാട്ടിലായിരിക്കുന്ന ഈ ജനത്തിനായി സഹോദരങ്ങൾക്കായി ബന്ധുമിത്രാദികൾക്കായി പ്രാർത്ഥിക്കാവേ. അനേകം പേർക്ക് മാതാവില്ലാതെ, അനേകം പേർക്ക് സഹോദരങ്ങളില്ലാതെയും അനേകം പേര് കർത്താവ് വലിയ വിപത്തിൽ കൂടെ കടന്നു പോകുന്നു. ദൈവമേ നീ മനസ്സിടണേ കർത്താവ്. ഈ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നീ ആന്നല്ലോ കർത്താവ്. നീ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചോ എനിക്കറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന കർത്താവെ ആശ്വാസം പകരണേ, ബുദ്ധി ജ്ഞാനം കൊടുക്കണേ കർത്താവ്. എവിടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് ദൈവിക പരിജ്ഞാനം കൊടുക്കണേ കർത്താവ്. ആവശ്യമായ വൈദ്യശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാരെ സഹായിക്കണം കർത്താവെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കരസേന മേധാവികളുടെ കർത്താവെ, പോലീസ് ഉദ്യോഗസ്ഥന്മാര് കർത്താവ്, ഡോക്ടർമാരെല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കർത്താവെ. ആവശ്യമായ ദൈവറ നിറയ്ക്കണം കർത്താവ്. ഞങ്ങൾ അറിയുന്നില്ല എത്ര പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം കർത്താവ്. അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല കർത്താവെ. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്. ദേശത്തെ വിട്ടുവയ്ക്കണം കർത്താവ്. സമാധാനമായിക്കണം കർത്താവ്. എല്ലാവർക്കും ഒരാശ്വാസം പകരണം കർത്താവ്. ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ നാം ഉയർത്തപ്പെടുവാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ജോപാഷനെ കർത്താവെ കേട്ടല്ലോ ഇത് രാത്രി ഞങ്ങൾ കർത്താവ്. കർത്താവ് നിന്റെ മനസ്സാക്ഷ്യങ്ങൾ കേട്ടല്ലോ കർത്താവ്. ദേശത്ത് കർത്താവ് നിന്റെ മക്കളെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. തുടർന്നും കർത്താവ് ദേശത്തെ പരിപാലിക്കണം കർത്താവ്. ആപത്തണ്ടത്തിന് വിട്ടിരിക്കണം കർത്താവ്. ദൈവനാമം ഉയർത്തപ്പെടണം. മാനവത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഉത്തരാഖണ്ഡിലും
സമാനമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമെന്ന് അറിയാനിടയായി. പ്രകൃതി ദുരന്തത്താൽ ഉത്തരാഖണ്ഡും പ്രശ്നത്തിലായിരിക്കുന്നു എന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു വാക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഉത്തരാഖണ്ഡിനെ കൂടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർമിയുണ്ട്, പോലീസുണ്ട്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ടീമുണ്ട്, ഹോസ്പിറ്റൽസ്, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പല സ്ഥലങ്ങളിലും കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് അവരിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അതിനെല്ലാം വഴികളെ തുറക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കുന്നവർ ദയവായി ചുരുക്കമായി പ്രാർത്ഥിക്കണം. മറ്റ് പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടല്ലോ. നമുക്ക് കൃത്യം സമയത്ത് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട്. 10 മണിക്ക് നിർത്തണം. അതുകൊണ്ട് വളരെ തിടുക്കത്തോടെ ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിച്ചായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് തുടർന്നുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്വർഗത്തിന് ഭൂമിക്കുന്നതിനായി സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയുടെ ഇടങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിയങ്ങൾക്ക് കർത്താവെ അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ വരട്ടിപ്പാന്റെ കോണം സാധാരണ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വൃത്തിയായ കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവ്, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. ജനത്തിന്റെ വിടുതലിന് തടസ്സമായി കർത്താവെ ഞങ്ങളുടെ കുറവുകളെ അങ്ങ് കർത്താവെ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവേ, ദൈവമേ, മനുഷ്യന്റെ കർത്തവ്യങ്ങളെ കർത്താവെ നീ ഓർമ്മ വെച്ചാല് കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ആർക്കും കഴിവില്ലല്ലോ പച്ച. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ. എങ്കിലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രതിയാല കർത്താവെ, വയനാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദേശം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, കഷ്ടതയുടെ നടുവിൽ കർത്താവെ അങ്ങയുടെ കൃപ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ, വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശ്വസിപ്പിക്കണമേ, നിന്റെ സമാധാനം നീ അവർക്ക് നൽകണമേ. പ്രതിയാല കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധികാരികൾക്കായി സ്തോത്രം കർത്താവെ. ദൈവമേന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൈന്യം കർത്താവെ, ദൈവമേ അങ്ങനെ കർത്താവെ, അങ്ങനെ വിവിധ അധികാരികൾ കർത്താവിൻ മധ്യേ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കർത്താവെ, അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും പെട്ടെന്ന് കർത്താവെ ദൈവമേ മധ്യത്തിൽ ഒരു വിടുതൽ കാണുവാൻ കൊണ്ട് കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കരുണ കാണിക്കുന്ന ദൈവമാകിയാല് അങ്ങയുടെ കാര്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ജനത്തെ സമർപ്പിക്കുന്ന കർത്താവ്, ദേശത്തെ സമർപ്പിക്കുന്നു. പ്രത്യേക കർത്താവ് ഉത്തരകണ്ഠെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കർത്താവെ അറിയാത്ത കർത്താവെ അനേക ജനങ്ങളെ കർത്താവെ, അനേക ദേവദാസന്മാരൊക്കെയും ആ ദേശത്ത് അങ്ങയുടെ വേലയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ അബ്രഹാം പറഞ്ഞതുപോലെ കർത്താവ്, ഒരു നീതിമാനെങ്കിലും ഓർത്ത് കർത്താവ് അങ്ങ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും കർത്താവ്, എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവ് പ്രവർത്തിക്കണേ. പ്രാർത്ഥിപ്പാന്റെ കൊണ്ണം കർത്താവ്, ഈ പ്ലാറ്റ്ഫോം അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോട് സ്തോത്രം. വേണ്ടി പ്രവർത്തിക്കുന്നവരെ അതിന് പിന്നിലധ്വാനിക്കുന്നവരൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം 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 ദൈവകൃപയാ ദിവസത്തിൽ കടന്നു വരുവാൻ പിതാവേ സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയെടുത്ത വിശ്വസകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളോട് ദൈവം മനസ്സൊന്ന് മാറണമേ. ഇതിലൊന്ന് പോയി തെറ്റുകളെ കുറ്റങ്ങളെ ദൈവം മനഃപൂർവ്വം ഇങ്ങനെ വാക്കിലിട്ട് പാടില് ചിന്തയിലെ പ്രവൃത്തിയില് സംസാരത്തിൽ കൊടുക്കല് വാങ്ങല് ഞങ്ങൾ തെറ്റിപ്പോയി തെറ്റുകളെ ഞങ്ങളോട് മനഃപൂർവ്വം ക്ഷമിച്ച് കർത്താവേ. ഞങ്ങൾ പ്രത്യേക കർത്താവേ വയനാട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവേ. ദേശത്തോട് ദൈവമേ അങ്ങ് മനസ്സലിവ് തോന്നിയെ സഹായിക്കുകയും ചെയ്യുമാറാണമേ. എത്ര പ്രിയപ്പെട്ട കർത്താവ് ഭാരത്തിലെ വേദന കാണുന്നില്ലായിരിക്കുന്നു. തങ്ങളെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അവരൊക്കെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് അവരൊക്കെയും കർത്താവ് ഓർക്കണമേ. അവർക്കൊക്കെയും ദൈവമേ മനസ്സിന് ഉറപ്പും ധൈര്യവും ദൈവം നൽകുമാറാണ്. കടന്നു വന്നിരിക്കുന്ന കർത്താവെ അവസ്ഥകളെ അതിജീവിക്കാൻ ആവശ്യമാണ് ആരോഗ്യവും ബലവും മനസ്സിന് ധൈര്യവും നൽകുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ ചെയ്യുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ചെറുതും വലുമായ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണമേ. രക്ഷാപ്രവർത്തനം നടത്തുന്ന കർത്താവെ, മക്കളുടെ കർത്താവെ, കൈകാരികളുടെ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തണമേ. ആർക്കും ആപത്തുകളോ അപകടങ്ങളോ ഒന്നും കടന്നു വരുവാൻ അനുവദിക്കരുത്. ആരോഗ്യവും ബലവും സൗഖ്യവും നൽകുമാറാണമേ കർത്താവെ. അവരുടെ ശരീരത്തെ അവരുടെ മനസ്സിനെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തിയെ സഹായിക്കുകയും ചെയ്യുമാറാണമേ. എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരം നോക്കുള്ളവരെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ കർത്താവരെ ചേർന്ന്
നിർത്തിക്കൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യുമാറാണമേ. ആരിൽ ശത്രു പ്രവർത്തിപ്പാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ദേവദാസന്മാരെ ദൈവമക്കളെ പ്രിയപ്പെട്ടവരൊക്കെയും അവിടെ സൂക്ഷിച്ചല്ലോ പരിപാലിച്ചല്ലോ. അതിന്റെ വിശ്വസ്തകൾക്കായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. വീണ്ടും പ്രിയപ്പെട്ടവരൊക്കെ ദൈവം കരുതണം പരിപാലിക്കണം. അങ്ങയുടെ നാമൊക്കെ കാരണമായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാണമേ. ഭരണാധികാരികളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ദൈവത്തിന്റെ കൃപയുണ്ടാവുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടിയൊക്കെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തരാഖണ്ഡിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദേശം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമാറാകണമേ. അനർത്ഥങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യത്ത് ദേശത്തുണ്ടാകുവാൻ അനുവദിക്കാതണം. ഞങ്ങളെ രാജ്യത്തെ ഞങ്ങളുടെ ദേശത്തെ എല്ലാം സൂക്ഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന പ്ലാറ്റ്ഫോമിനെ കർത്താവ് ഒരുക്കി കൊടുത്ത വിശ്വസ്തകൾക്കായ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. എല്ലാ ദിവസമാരെയും കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാണമേ. ഓരോരുത്തരായിരിക്കും സ്ഥാനം സംരക്ഷിപ്പാൻ എന്റെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിയാണ് കർത്താവേ. മുന്നിൽ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനുഗ്രഹിക്കണം പരിപാലിക്കണം. ഞങ്ങൾ അറേഞ്ച് ചെയ്ത കുറവ് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം തടസ്സമായി തീരുവാൻ അനുവദിക്കരുത്. കുറവുള്ള കുറ്റങ്ങളെ ദൈവം ക്ഷമിക്കണം പരിപാലിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എണ്ണയും പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വാഗ്ദത്തങ്ങൾ വിശ്വസനായ സ്വർഗ്ഗത്തിലെ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് വയനാടിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം. ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രത്യേകിച്ച് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ദുഃഖാവസ്ഥയിലും കണ്ണീരിന്റെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പലരും കർത്താവ് ദൈവം അവിടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു കർത്താവേ കണ്ണീരിന്റെ അവസ്ഥയിലായിരിക്കുന്നു. എന്റെ ദൈവം ആ ദേശത്ത് ഇനി ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്ന കർത്താവിനെ അനുഗ്രഹിക്കുമാറാണ്, അവരെ കാത്തുകൊള്ളുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച അവർക്ക് അവരേറ്റെടുത്ത ദൗത്യം അവർക്ക് നന്നായി ചെയ്യാനുള്ള ആരോഗ്യ ബലവും ശക്തി അവിടുന്ന് കൊടുക്കണേ. അവരേറ്റെടുത്ത ജോലി നന്നായി ചെയ്യുവാൻ എന്റെ ദൈവം കൃപ കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയനാട്ടിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുവിശ്വാസികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച അവരോരോരുത്തരെയും അവിടുന്ന് സൂക്ഷിച്ചുകൊള്ളുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, കേരളം മൊത്തം കർത്താവ് വയനാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേരളത്തിൽ ഇന്നൊരു സ്ഥലത്തും കർത്താവേ ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതുകൊണ്ട് എന്റെ ദൈവ സ്വർഗ്ഗത്തിന്മാരെ ചേർന്ന് കാവൽ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവേ അവിടെയും പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷേ എന്റെ ദൈവം ആദേശത്തോട് അവരൊന്ന് കരുണ തോന്നുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ഒരു അവസരം കർത്താവ് ഒരുക്കിയ മെൻസംബാസിനെയും കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണേ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ദൈവമേ, ഞങ്ങൾ വീണ്ടും തുടർച്ചയായി അവർക്ക് വേണ്ടി വയനാട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം. ഞങ്ങളെ വീണ്ടും അവിടുന്ന് ഒരുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്ര യേശു നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്ഥാനത്തിലേക്ക് കർത്താവെ നിരാതെ ഞങ്ങൾ വീണ്ടും കടന്നു വരുന്ന കർത്താവെ ദൈവമേ, വയനാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തകർക്കുന്ന നിലയിൽ കർത്താവെ അവിടുന്ന് വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ മരണങ്ങളും വേർപാടുകളും കർത്താവെ നഷ്ടങ്ങളും സംഭവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയും ദേശത്തോട് കർത്താവ് കരുണ തോന്നുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവ് മണ്ണിടിച്ചില്ലോ ഉരുൾപൊട്ടലോ ഒന്നും തുടരുവാനിടയാകാതെ കർത്താവെ നീ മഴയെ നിയന്ത്രിക്കണമേ, പ്രകൃതിയെ നിയന്ത്രിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കരങ്ങളിലാണല്ലോ, അവിടുത്തെ നിയന്ത്രണത്തിലാണല്ലോ സകലതുമായിരിക്കുന്നത്. കർത്താവെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അതിശയം പ്രവർത്തിക്കണം. കർത്താവെ ആ നഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയുതങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാനുഷികമായ യാതൊരു ആശ്വാസവും കർത്താവ് ഒരു ആശ്വാസമായി മാറുകയില്ല. കർത്താവ് നഷ്ടപ്പെട്ടുപോയവരെ കാണുവാൻ അവാഞ്ചിക്കുന്നവരുണ്ട്. കർത്താവെ അവരെ കാണുവാനുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കി കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ, കർത്താവ് ഞങ്ങളുടെ സൈന്യം, കർത്താവ് എല്ലാം കർത്താവിനെ സൂക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന. കർത്താവിന്റെ ഒരു ജീവൻ പോലും പൊലിയുവാനിടയാകാതെ കർത്താവിന്റെ സുരക്ഷിതമായ കരങ്ങൾ അവരെ പരിപാലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പുകൾ, കർത്താവ് റവന്യൂ വകുപ്പുകൾ, കർത്താവെ എല്ലാം നീതിയോടെ പ്രവർത്തിപ്പാൻ, ഉണർന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ രാജ്യ കർത്താവ് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം കർത്താവ് അനുകൂലമായി നിന്ന് പ്രവർത്തിപ്പാനായിട്ട് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെയുള്ള ദൈവമക്കളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ പ്രാർത്ഥനയും ഒക്കെയും കർത്താവ് ആ ദേശത്തിന് വീണ്ടും ഒരു അനുഗ്രഹമായി മാറുവാൻ സ്വർഗ്ഗമേ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ മണ്ണിടിച്ചിൽ അനേകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കർത്താവ് കോഴിക്കോട്, വിലങ്ങാട് ഭാഗത്ത്, ഇടുക്കിയില് ഒക്കെയും കർത്താവ് സമാനമായ പ്രയാസങ്ങൾ കർത്താവെ കുറഞ്ഞ നിലകളിലാണ് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും കർത്താവിന്റെ കരം താങ്ങുമാറാവണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പറയപ്പെട്ട ഉത്തരാഖണ്ഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ദുഃഖിതരായിരിക്കുന്ന ആ ജനത്തെ നീ ആശ്വസിപ്പിക്കണം. പ്രകൃതിക്ഷോഭങ്ങൾ കർത്താവ് വിടുവിക്കണം. കർത്താവെ ദൈവമേ, ഞങ്ങൾ മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് ദുരന്തങ്ങൾ ഉണ്ടാകാതെ കർത്താവ് മഴയെ നിയന്ത്രിച്ച് ദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആരുടെയും ഒരു കുറവ് കർത്താവെ അവിടുന്ന് ഓർക്കരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ തന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിപ്പാൻ, ദേശത്തിന് വേണ്ടി ഇടു നിൽപ്പാനായിട്ട് നിങ്ങളെയും കൊണ്ട് ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നേതൃത്വം കൊടുക്കുന്ന ബെൻസൺ പാസ്റ്റർ ഖായ്, ദേവദാസന്മാർക്കായി എല്ലാം ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഒരുമിച്ച് ഇന്ന് രാത്രിയും ഒരു മനസ്സോടെ ദേശത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്ന കർത്താവെ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ, അതിശയങ്ങളെ പ്രവർത്തിക്കണമേ, സമാധാനം അരുളണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദൈവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ മനോഹരമായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ അങ്ങനെ തന്നെ കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച ഈ പ്രാർത്ഥനാ യോഗത്തെ കർത്താവെ ആരംഭം മുതൽ വരണം ഇത്രത്തോളം കർത്താവെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലിന്റെ നേതൃത്വങ്ങളായിരിക്കുന്ന കർത്താവ് ദാസൻ ഭാഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവരങ്ങൾ കർത്താവെ, മറ്റുള്ള കർത്താവ് ദാസന്മാരെ എല്ലാ കർത്താവെ ഹല്ലേലൂയ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രത്യേക കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ആമേ വയനാടിനെ ഓർത്ത് കർത്താവെ ആകിയാൽ സ്തോത്രം ചെയ്യുന്നു. വിശ്വസതയുമായ കർത്താവെ, ആ ദേശത്ത് കഴിഞ്ഞ സമയങ്ങളുണ്ടായ ആ കർത്താവെ മഹാവിപത്തിനാല് കർത്താവെ അനേകർ കർത്താവെ ഭാരപ്പെടുമ്പോൾ, അനേകർ കർത്താവെ വേദനയിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവെ അതിന് മധ്യേ ആമേ അങ്ങയുടെ ആശ്വാസം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹൃദയത്തിന്റെ മുറിവുകളെ ആമേ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമാവുന്ന നിലകളിൽ നഷ്ടമായി പോയിരിക്കുന്നു. ആമേൻ. അവരുടെ കർത്താവ് സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ സർവ്വകൃപാവാകുന്ന ദൈവമേ അങ്ങേക്ക് കഴിവുള്ളതാകിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമാകുന്ന വിഭാഗങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്ന അമ്മ കർത്താവ് അനേകരുണ്ട്. ആതുര സേവന രംഗത്ത് കർത്താവ് പ്രവർത്തിക്കുന്നവര്, അമ്മ മറ്റുള്ള വിഭിന്ന ഭാഗങ്ങളിൽ കർത്താവെ പ്രവർത്തിക്കുന്നവര്, അമ്മ പോലീസിന്റെ വിഭാഗങ്ങളിൽ കർത്താവെ സേവന സംഘടനകളുടെ കർത്താവെ വിഭാഗങ്ങളില് അപ്രകാരമായിരിക്കുന്നവരെല്ലാം ഉണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ വരങ്ങൾ കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ. സ്തോത്രം. ആ ദേവദാസന്റെ നെറ്റ് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നത് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഹല്ലേലൂയ അനർത്ഥത്തില് അനേക ഭവനങ്ങൾ ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ അടുത്ത് വന്ന് ഹല്ലേലൂയ എന്ന രാത്രികാല ദേശത്തുണ്ടായ ഹല്ലേലൂയ ഈ മഹാവിപത്ത് അനേക ഭവനങ്ങളെ ദുഃഖിതരാക്കിയിരിക്കുന്ന കർത്താവ് അറിയുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയാണ്. അനേകര് വേർപെട്ട ആ അനുഭവത്തിൽ അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനേകര് ദുഃഖത്തിലും ഭാരത്തിലും നിലവിളിയിലുമായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിലും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാനത് ചെയ്തു തരുമെന്ന് അങ്ങയുടെ വാഗ്ദത്തമാകിയാൽ ഞങ്ങൾ ഒരു മനസ്സോടെ ഏക ഹൃദയത്തോടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനങ്ങളിലോ ഞങ്ങളുടെ സഹോദരങ്ങളോ ആർക്കെങ്കിലും ആയിരുന്നു ഈ വേദനയെങ്കിൽ ഞങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ നിലവിളിക്കുമായിരുന്നു. അതുപോലെ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നപ്പാ. ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവം വിടുവിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനം നഷ്ടപ്പെട്ടവരുണ്ട് ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ദൈവമേ രാവിലെ ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചപ്പോൾ അനേകര് ഹല്ലേലൂയ അയ്യം വിളിക്കുന്ന അവസ്ഥകളുണ്ട്. അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ കർത്താവേ. ജീവൻ പോയവര് ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ സ്വന്തം ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടതിൽ നിലവിളിക്കുന്ന ദൈവമേൻ ജനമുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഉത്തരാഖണ്ഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തും ദൈവമേ ഒരു അനർത്ഥം വന്ന് ഭാരപ്പെടുവാൻ ഇടയാക്കാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ ഒരു പ്രയാസം അവിടെ നേരിടുവാൻ ഇടയാക്കാതെ വണ്ണം പ്രതികൂലമായ
അപ്രതീക്ഷിതമായി സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ, എന്റെ ഫയർഫോഴ്സുകളുണ്ട്, ഹല്ലേലൂയ, ആതുര സേവനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ അനേകര് ഇതിന്റെ സഹായത്തിന് വേണ്ടി ഡോക്ടേഴ്സ് നേഴ്സസ് ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വയനാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത് അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ ദൈവദാസനായ സ്തോത്രം, സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അനേക സഭകൾ അവിടെ ഉണ്ടല്ലോ, അനേക ദൈവജനം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേൾക്കുമാറാകണമേ. എത്രയും വേഗം ഒരു വിടുതലും മോചനവും ദൈവം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന ധോനിയുടെ നേതൃത്വത്തിലായിരിക്കും. ഞങ്ങളുടെ ദാസനായിട്ട് സ്തോത്രം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനായി പ്രത്യേകിച്ച് ഇന്ന് രാത്രി കാലം ഇതിനകത്ത് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം എല്ലാം കർത്താവിന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് 1-2 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സമയത്തിനായി ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവിന്റെ ദാസിദാസന്മാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിരിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷിൽ കർത്താവേ സ്തോത്രം. ഞങ്ങൾ കർത്താവേ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയനാട് സംഭവിച്ചു പോയ വലിയൊരു അനർത്ഥം, ആ ഉരുൾപൊട്ടൽ നിമിത്തമുണ്ടായ അനവധി കുടുംബങ്ങൾ, വ്യക്തികൾ മരണപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, വേർപാട് ദുഃഖത്തിലും കർത്താവ്യ പ്രയാസത്തിലും ആയിരിക്കുന്നവർ, ആ പ്രദേശത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ആ ലോകത്ത് വലിയ ഞെട്ടലോടുകൂടി ഞങ്ങളായിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ കേരളത്തിൽ സംഭവിച്ചു പോയ ഈ വലിയ അനർത്ഥം കർത്താവെ ഒരു വലിയ സങ്കടകരമായിരിക്കുന്ന അനുഭവത്തിലാണ് ഞങ്ങളുടെ വയനാട്ടിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങ് വിടുവിപ്പാനായി പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണമേ കർത്താവെ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഭവനം നഷ്ടപ്പെട്ടവരും വിവിധമായ ഭാരങ്ങളിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ വാക്കുകൾക്കോ പ്രവർത്തികൾക്കോ ഒന്നും ഞങ്ങൾക്ക് കർത്താവെ ആശ്വാസം കൊടുക്കാൻ കഴിയില്ല. എന്നതിലേക്ക് ആശ്വാസത്തിന് ഉറവിടമായി കർത്താവ് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നദ്ധ സംഘടനകളായി കർത്താവിടെ എത്തിച്ചേർന്നിരിക്കുന്നതായ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന. മെഡിസിനായിട്ടും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫയർഫോഴ്സ് ആയിട്ടും അതുപോലെ മറ്റു സേവനങ്ങൾ ചെയ്യുവാൻ കർത്താവെ ആ ദേശത്തേക്ക് വയനാട്ടിൽ കടന്നു പോയിരിക്കുന്നതായ അനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ സമാധാനം നൽകണമേ. അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ദൈവം നീക്കി സമാധാനവും വിടുതലും നൽകി കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിന്റെ വേദനയിലായിരിക്കുന്നവരെ ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് വയനാട് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഒത്തുചേർന്ന എല്ലാ ദൈവദാസിദാസന്മാരെയും ഇതിന്റെ സംഘാടകരെയും ഇന്നത്തെ നേതൃത്വം നൽകുന്ന എല്ലാ കർത്തൃത്വന്മാരെയും എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. തുടർന്നും പ്രാർത്ഥിപ്പാൻ കൃപ നൽകും, ശക്തീകരിക്കും. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ പിന്നെയും ആയിരിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന യാചനകൾ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തെ താഴ്മയപേക്ഷിക്കുന്നു. ദൈവം നീക്കൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്റർ സജി 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു. സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നർദ്ദമില്ലാർദ്ദമായ രാത്രിയുടെ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി അപ്പ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നിന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. വയനാടിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവിടെ നേരിട്ട അനർത്ഥത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്വതന്ത്രം ഞങ്ങളൊരുവരെല്ലാവരും സമയം നഷ്ടപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഭാരത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വ്യക്തി ജീവിതങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ അവർക്ക് ആശ്വാസം ദൈവമായി ണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ മുഴുവനെ കെട്ടുകയും പൊറിപ്പിക്കുകയും ചെയ്യുന്ന പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് പരിപൂർണമായി ഏൽപ്പിക്കുന്ന കർത്താവെ. ദേശത്തിന്മേൽ ദൈവം സൗഖ്യം അയക്കണമേ കർത്താവെ. അതിനായി എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവയുടെ മേൽ ദൈവാത്മാവിന്റെ ശക്തി കൂടെ ഇരിക്കണമേ. ആമേൻ. കലക്ടർമാര്, മന്ത്രിമാര്, കർത്താവ്, സാമൂഹിക പ്രവർത്തകർ, കർത്താവരെ എല്ലാവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ യാതൊരു ദോഷവും ദൈവത്തിലെന്ന് പ്രാർത്ഥന അവിടെ കർത്താവെ. ദേശത്ത് യാതൊരു അനർത്ഥങ്ങളും ഉണ്ടാകുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവെ. ഉത്തരാഖണ്ഡിനായി പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന കർത്താവിടെയും ദൈവമേ ഹാലിലെ വിവിധ വിഷയങ്ങളാൽ കർത്താവെ ഭാരപ്പെടുന്ന കേൾപ്പാനിടയായി. അപ്പച്ച അവിടെ യാതൊരു അനർത്ഥവും കൂടെ ആ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവിന്റെ വിലയേറിയ നാമം ആമേൻ ഫലമകത്തിരിപ്പെടുപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ സ്വത്രേ കൂട്ടായ്മയിൽ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ കുടുംബങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന എല്ലാ ദാസ്യദാസന്മാരെയും കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നാഥ. എന്റെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുപ്പത്തിന്റെ തന്നെയുള്ള നാമത്തിൽ ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മുടെ പ്രാർത്ഥന കേട്ടാം. കൃപയെ ഓർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നാം ഇത്രയും സമയം നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 1 മണിക്കൂർ സമയമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ആത്മാർത്ഥമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. എങ്കിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ തുറന്നുള്ള സമയങ്ങളിലും ഈ ദേശങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ പിന്നിൽ അത്യധ്വാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ, അഡ്മിനിസ്ട്രേഷൻ ടീമുകളെ ഒക്കെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കെല്ലാം ആശ്വാസം പകരട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് കെ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ദേവദാസൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറയും. അതിനു മുമ്പ് ബെൻസൺ പാസ്റ്റർ എന്തെങ്കിലും കൺക്ലൂഷനായി പറയുന്നു? ഓക്കെ, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് എവിടെ അവസാനം? നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പ്രതിയാൽ വയനാട്ടിലുണ്ടായ ആ ദുരന്തം കർത്താവെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനാധ്വനി എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവ് ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരുന്നു? ഞങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അതുകൊണ്ട് ആ കർത്താവ് ദുരന്ത മുഖാന്തരമായി അനേക ജീവിതങ്ങള് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. അത് നിമിത്തം കർത്താവെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഹാര്യബന്ധുത്രാദികളെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്നല്ലോ. അവരൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരൊക്കെ ആശ്വസിക്കണമേ, ധൈര്യപ്പെടുത്തുമാറണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേകരെ കർത്താവെ മുറിവേറ്റ് കർത്താവെ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുന്നല്ലോ. ദൈവങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്നു. അവരൊക്കെ ദൈവം സൗഖ്യമാക്കി എത്രയും പെട്ടെന്ന് പൂർണ്ണമായി സൗഖ്യത്തോടുകൂടെ ഭവനത്തിൽ പോകുവാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതിയാല് കർത്താവെ അവിടെ ചെയ്യുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണം, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമാകുന്ന ആരോഗ്യം ബലവും കർത്താവ് കൊടുന്ന് കൊടുക്കണമേ. അവിടെ യാതൊരു പകർച്ചവ്യാധിയോ മറ്റോ യാതൊരു പ്രശ്നമില്ലാതെ വണ്ണം ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളൊക്കെ ദൈവം അനുകൂലമാക്കുമാറുകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദേശത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ അവിടെ കാത്ത് പരിപാലിക്കുമാറുകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആമേ, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രതിയാല് കർത്താവെ, ഞങ്ങളുടെ കേരളത്തോട് കർത്താവ് മനസ്സലിയുമാറുകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉത്തരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആമിത്തോളം സമയം കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ കർത്താവെ നേടിയവനായിട്ട് ഞങ്ങളുടെ ദാസനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രതിയാൽ കർത്താവെ ബെൻസൺ പാസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസനെയും ദൈവം അനുഗ്രഹിക്കണമേ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ ജോബോസിനായിട്ട് സ്തോത്രം. വയനാട്ടിൽ നിന്ന് കർത്താവ് മീറ്റിംഗിൽ സംബന്ധിക്കുവാനും അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് ഷെയർ ചെയ്യുവാനും കർത്താവ് സഹായിച്ചല്ലോ. അങ്ങനെ ദാസനെയും കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറുകണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവ് ദേശത്തിന് വേണ്ടി കർത്താവ് വിടി നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറുകണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഇതോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാതെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പിതാവേ കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്ന ദൈവമക്കളോടും
എല്ലാ വിശുദ്ധന്മാരോടും പ്രതിയാല ദേശത്തോടും കൂടെ ഇന്ന് മുതൽ നീക്കും കർത്താവിൻ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ജയനെന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.